അവര് പോയി തോന്നുന്നു ഇറങ്ങി. പോയില്ല അതിന്റെ ഇടയിലൂടെ പോകുന്ന കാറാണ് അത് അറിയില്ല. അതിന്റെ ഇടയിൽ കൂടെ ഒരു കാറ് പോകുന്നു. പോന്ന അതല്ലേ കാണിച്ചത്, നമ്മളെ ഫോക്കസ് ചെയ്യാതെ കാണിച്ചായിരുന്നു. വെറുതെ ഡമ്മി. ഓ ഷർട്ട്ലെസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? തോക്കം കൊണ്ടാണ് ഇറങ്ങിയേക്കണത്. ലാസ്റ്റ് ഹൈറ്റിലുള്ള ഇതും കൂടി അല്ലേ, പെട്ടെന്ന് വെടിയാൻ എളുപ്പമാണ്. நம்ம கட்சி ஆளுங்க பிளாக் ஹேட்ஸ் எல்லார்கிட்டையும் போய் சொல்லிடு, என் மகன் செத்தங்க கருமாதி நடந்தாலும் நடக்கலாமே தவிர அந்த கல்யாணம் மட்டும் நடக்கும். ஓகே അഭിമാനം. ഞാൻ വരെ വണ്ടിയെടു. ഓ നീലാംബരി അവിടെ നിന്ന് 0 ആയി അറിയോ കുറച്ചു നേരം അല്ലേ? പടയപ്പ കേറിയുന്നില്ലേ? കേറി പക്ഷെ പറയുന്നല്ലോ ഡയലോഗ് അല്ലേ? എന്ത് ഡയലോഗ് അല്ലേ പറയുന്നത്? ഓ അത് മാക്സിമം കല്യാണം നടത്താണ്ടിരിക്കാനാണ് നോക്കുന്നത്. മകൻ വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ചേസിംഗ് സീൻ. ജുജുബി എന്നുള്ള വാക്ക് ഇതിന്റെ അകത്താണ് വന്നെ. അതാണ് ജുജുബി. ഓ ഇത് വെട്ടുന്ന അവര് ബ്ലോക്ക് ചെയ്യുന്ന. റിയല് കഴിഞ്ഞിട്ടുണ്ടല്ലോ ചിലതൊക്കെ. അതുപോലെ ഉണ്ട് ആളുണ്ട് അതിനകത്തറിയോ? അവിടെ അതാണ് അവിടെ ആൾക്കാരുണ്ടല്ലോ അവർക്ക്. എനിക്ക് ഫുട്ബോളിന് എപ്പടി പറക്കുന്നത്. ഓ മൊത്തം ബ്ലോക്ക് ചെയ്ത് ഇതൊന്നും നടക്കൂല. ആകാത് ആരാണ് തോക്കെടുത്തത്? നീലാംബരി ടേക്ക് ഡൈവേഷൻ. ഓ അവിടെ തെറ്റിച്ചാണ്. ഓ അവര് പറ്റിച്ചാണ്, മാറ്റിച്ചാണ്. അവിടെ ഡൈവേഷൻ കണ്ടായിരുന്നല്ലേ? ഓ കൊറേ ടീംസിലൊക്കെ ഉണ്ട്. ഏകദേശം പുതിയ പടം പോലെ അല്ല പുതിയ പടം. രോഹിത് ഷെട്ടിന്റെ ഒക്കെ മറ്റേ കാറ് കൊണ്ടുള്ള കളി. അവര് പോയി തോന്നുന്നു ഇറങ്ങി. പോയില്ല അതിന്റെ ഇടയിലൂടെ പോകുന്ന കാറാണ് അത്. അറിയില്ല. അതിന്റെ ഇടയിൽ കൂടെ ഒരു കാറ് പോകുന്നു. പോന്ന അതല്ലേ കാണിച്ചത്, നമ്മളെ ഫോക്കസ് ചെയ്യാതെ കാണിച്ചായിരുന്നു. വെറുതെ ഡമ്മി. അവർക്ക് കുറെ ആൾക്കാരില്ലേ അവിടെ സഹായിക്കാൻ. തീർന്നു ഇനിയൊന്നും നടക്കില്ല. പക്ഷെ രമ്യേഷിന് ഓടിപ്പോയിരുന്നു ഞാൻ അവിടെ നിന്ന്. അപ്പൊ അതുകൊണ്ട് രമ്യേഷിന് ചിലപ്പം ജയിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാവണ്ട് തോക്കെടുത്തല്ല ഇറങ്ങിയത്. நீங்க தாலி கட்ட வேண்டிய மாப்பிள்ள, இந்த காலி பசிக்கிட்டு நீங்க எதுக்கு? நீங்க உட்காருங்க, இது நான் பாத்துக்கிறேன். இது நம்ம கை வந்த கல்ல. இல்ல அங்கிள், உங்களுக்கு வயசாயிடுச்சு. வயசாச்சு, நீங்க உள்ள உட்காந்து பாருங்க. என் வயசு
உட்காருங்க மாப்பிள. ஓ வயசு பாருங்க. സ്വാഗി ഫൈറ്റ്, സ്റ്റൈലിഷ് സ്വാഗി ഫൈറ്റ്. ഓരോട്ടിക്കും ഭയങ്കര എഫക്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല തോക്കെടുത്ത് വരുന്നുണ്ട്. ഒന്നിക്കല് മകനെ കൊല്ലാൻ, അതായത് മറ്റേ മരുമോനെ കൊല്ലാൻ, പടയപ്പനെ കൊല്ലാൻ. ഏതെങ്കിലും ഒന്ന് നടന്നാലും കല്യാണം മുടങ്ങില്ലേ? അവർ രണ്ടുപേരെയും കൊല്ലാനായി ഉദ്ദേശിക്കുന്നത്. പടയപ്പനെ കൊല്ലാനായിരിക്കും ചിലപ്പോ നോക്കുന്നത്. ഓ അടിയൊക്കെ മറ്റേതാണ് സ്റ്റൈൽ അല്ലേ? കറങ്ങിട്ടൊക്കെ വീഴ. അതും ആ ഒരു കോസ്റ്റ്യൂം നല്ലോണം ചെയ്യുന്നുണ്ട് അല്ലേ? ഈ കോസ്റ്റ്യൂം നന്നായിട്ട് അല്ലേ? ഓ ഷർട്ട്ലെസ് അങ്ങനെ സംഭവം ഉണ്ടോ? സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല. അതും ആ പ്രായത്തിന്റെ ഇത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വയസ്സാകല്ലേ? നന്നായിട്ട് മിനിറ്റ് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയോ പക്ഷെ കാണാനിട്ട്. അവളുടെ ബോഡി ലാംഗ്വേജ് അതും കൂടി ഭയങ്കര സെറ്റ് ആവുന്നുണ്ട്. ലീൻ മസിൽ ഏകദേശം നമ്മുടെ ധനുഷൊക്കെ കാണിക്കുന്നതല്ലേ അല്ലേ? പക്ഷെ ആൾക്ക് വയറുണ്ട് ചെറുതായിട്ട്. സ്റ്റിൽ ഇവിടെ നല്ല ഇതുണ്ട്. ഓ അങ്ങനെയാണ് ഇനി അതേ വേഷത്തന്നെ വരുന്നേട്ടാ, ഷർട്ട്ലെസ് ആയിട്ട്. അയ്യോ അവിടെ നീലാംബരി കാട്ടുന്നുണ്ടേ. നീലാംബരി തോക്കും കൊണ്ടുവരാണ്. ഓ ഇങ്ങനെയല്ല ഉണ്ടാവാ ഈ വേഷത്തിൽ. നല്ല രസമില്ല. സമ്മതം ചോദിച്ചിട്ടൊക്കെ കുറെ ദൂരം നടന്നു വരുന്നുണ്ടേ. ഷർട്ടിട്ടൊക്കെ പിടിച്ച വരുന്നു. ആ സ്ഥലത്ത് നിന്നാണല്ലേ, അപ്പൊ വഴി അറിയാൻ പറ്റും. എന്തായിരിക്കും എന്റെ അല്ലേ? ഞാനോ തന്നെയാണ് നോക്കുന്നത്. തോക്കം കൊണ്ടാണ് ഇറങ്ങിയേക്കണത്. ലാസ്റ്റ് ഹൈറ്റിലുള്ള ഇതും കൂടി അല്ലേ, പെട്ടെന്ന് വെടിയാക്കാൻ എളുപ്പമാണ്. இங்க என்ன நடந்தாலும் யாரும் இடத்தை விட்டு அசையக்கூடாது. ഓ ആ ഫ്രെയിം നന്നായിട്ട് കാണിച്ചു. കണ്ണു കാണിക്കുന്നുണ്ടേ. ഇവിടെ കൊല്ലാൻ നോക്കോ? കാരണം ഇൻസൾട്ട് ചെയ്യലല്ലേ മെയിൻ ലക്ഷ്യം എപ്പോഴും. ശൂലം, വേല് വേല് വേല്. വേലെറിഞ്ഞല്ലോ. ഓ പ്രൊട്ടക്ട് ചെയ്താണ്. റെഡ് കളറിൽ ഇട്ടിട്ട് വന്നേ. അവിടെയും പ്രൊട്ടക്ട് ചെയ്തത്. ഇതിലും വലിയ ഇൻസൾട്ട് ഇനി വരാനുണ്ടോ? മനസ്സിലായോ? അതെ, കൊല്ലാൻ വന്നാളെ രക്ഷിച്ച് ആള് വെടിവെക്കും ചെയ്തായിരുന്നു.
അതാണ് ഹീറോയിസം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല, അന്ത ഹീറോയിസം ആണ് കാണിച്ചത് അവിടെ. என்ன மன்னிச்சிட்டு படையப்பா. இல்ல, உன் பேரை சொல்றது கூட எனக்கு யோகியத்தை இல்ல. അങ്ങനെയാണ്. நீ எனக்கு கிடைக்கலன்ற வெறியில உன்னையும் உன் குடும்பத்தையும் அழிக்கிறதுக்கு முயற்சி பண்ணி முடியல. இப்போ உன் கண் எதிரிலேயே உன்னை கொல்ல போறேன்னு தெரிஞ்சு கூட நீ என்னை கொல்லாம காப்பாத்திருக்கேன்னா நீ மனுஷன் இல்ல, தெய்வம். அப்படின்னு நான் சொல்லவே நினைச்சேன். ഓ மாட்டேன். நான் சாதாரண பொம்பளை இல்ல, ചേഞ്ച് ഓവർ. நீலாம்பரி. இந்த வெறி 18-20 வருஷம் இல்ல, இந்த ஆயுசு கூட இல்ல. ഷിഫ്റ്റിംഗ്. என் ஆயுசே போனாலும் அடங்காது. நீ போட்ட உயிர் பிச்சையில வாழறதுக்கு நான் வேலைக்காரி பசுத்துறா இல்ல. ഓ സ്വന്തമായിട്ട്. இந்த ஜென்மத்துல நீ ஜெயிச்சிட்ட. ഓ அடுத்த ஜென்மம் ஒண்ணு இருந்தா அந்த ஜென்மத்துல அது ஒண்ணு பழி வாங்காம വിടമാട്ടേൻ. നീലാംബരി. അങ്ങനെയാണ് എന്റെ. പക്ഷെ എന്റെ വരെ പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് എന്തായിരുന്നു അവിടെ? എൻഡിൽ അങ്ങോട്ട് വേറെ ലെവലാക്കി. ആ അതും ഫോക്കസ്ഡ് ഷോട്ടാണ് കൂടുതൽ കാണിക്കുന്നത്. ഇപ്പോഴും കണ്ണും எத்தனை ஜென்மம் எடுத்தாலும் அளவுக்கு அதிகமா ஆசைப்படுற ஆம்பளையும் ആ அளவுக்கு அதிகமா கோவப்படுற பொம்பளையும் நல்லா வாழ்ந்ததா சரித்திரமே கிடையாது. ഓ வாழும்போது தான் நீ நிம்மதியா வாழல. உன் ஆத்மாவது நிம்மதியா இருக்கட்டும். ഉം. ஆண்டவா. കണ്ണടച്ചാണ്. ഓ അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിച്ച്. ആ ക്ലൈമാക്സ്. ആ വെയില് ഭയങ്കര പവർഫുൾ അല്ലേ കാണാനായിട്ട്. സ്ക്രീനില് ഭയങ്കര രസം കാണാനായിട്ട്. ഇത് നമ്മളെ സ്റ്റൈലാണല്ലോ ഇങ്ങനെ കാണിക്കല്ലേ. കെ ശ്രീകുമാർ. ഇനി അവസാനം ആ സോങ് അങ്ങനെ ഇടുന്നുണ്ടോ? സോങ് എടുത്തോണ്ട് കുറച്ച് പോണത്. ആ എന്റെ മോനെ ആ പോകുന്നത് കണ്ടാ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് അല്ലേ ഇതിനകത്ത്. ഇതെനിക്കൊന്ന് മറ്റേ രീതിയിൽ കാണിക്കണം അവസാനം ഫുള്ള്. ഓ അങ്ങനെ ആള് ഏകദേശം കൂടെ എല്ലാരും ഉണ്ട്. ആ ഒരു ടൈമിലുള്ള ഒരു പവറാന്ന് തോന്നുന്നു അത് കാണിച്ചത്. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിനെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീനെ പറ്റിയിട്ട് എതിരായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ. മറ്റേതുണ്ടാവോ? ആ തോന്നിയായിരുന്നു. ഓൾറെഡി പാട്ടിൽ വന്നോണ്ടായിരിക്കും വരാഞ്ഞ കെ ശ്രീകുമാറിന്. അതിന് അവസാനം ഇല്ലേ യൂഷ്വലി അങ്ങനെ വരാറില്ലേ അതെ. അവസാനം ഏതെങ്കിലും നമ്മൾ കണ്ടതിനകത്തൊക്കെ വരാറുണ്ട്. മറ്റേതിനകത്ത് ഫസ്റ്റും ലാസ്റ്റ് ഒക്കെ ഉണ്ട്. വാസ് തിങ്കിങ് ഇൻസ്റ്റെഡ് ഓഫ് എന്താ പറയാ നമ്മളുടെ പ്രകാശ് രാജ് ഇല്ലേ അദ്ദേഹത്തിന് പകരം ഞാൻ പെട്ടെന്ന് സൈഡിൽ നിന്ന് കണ്ടപ്പോ എനിക്ക് കെ രവികുമാർ ആണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പക്ഷെ പിന്നെയാണ് മനസ്സിലായത്. കാരണം പ്രകാശ് രാജിന്റെ അങ്ങനെ താടിയൊന്നും വെച്ചിട്ട് അധികം നമ്മൾ കണ്ടിട്ടില്ല. ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ വെരി നൈസ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ലേറ്റർ ഓൺ എനിക്ക് തോന്നുന്നു റെപ്യൂട്ടേഷൻ എനിക്ക് തോന്നുന്നു അതൊരു എന്താ അറിയില്ല. അദ്ദേഹത്തിന് കിട്ടിയ ക്യാരക്ടേഴ്സ് ഒക്കെ കൂടുതലും വില്ലൻ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പം അവിടെ ചിലപ്പോ എക്സ്പ്രഷൻസ് കാര്യങ്ങളും അതിന്റെ കൂടെ നന്നായിട്ട് പോകുന്നുണ്ടാവില്ല. ചിലപ്പോ ആ ഒരു ഇത് വയ്ക്കുമ്പോ ഒരു ഡീസന്റ് ആളെ പോലെ ഭയങ്കര നല്ല പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ തോന്നുന്നു. ഒരു സ്വാമീനൊക്കെ പോലെ മലക്കുവാൻ മറ്റേ സ്വാമി തടി വെച്ചിട്ടുണ്ട്. പക്ഷെ പാവം പോലെ ഭയങ്കര ഒരു എന്താ പറയാ നല്ലൊരു ഉദ്യോഗസ്ഥൻ ആ ഒരു ഫീലാണ് അടിക്കുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. പടയപ്പേട ക്ലൈമാക്സിനോട് അടുക്കുന്ന രംഗങ്ങൾ ഭയങ്കര ഒരു ഗൂസ്ബം. ആ ഒരു നെക്സ്റ്റ് മൊമെന്റ് ഒരു ത്രില്ലർ ഫാക്ടർ ഉണ്ട് അതിനകത്ത് മൊത്തം. അതായത് ആ ഒരു ശരിക്കും ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ചെയ്ത ആ സീനിന്റെ പ്രത്യേകത ആകുന്നതിൽ ഇങ്ങനെ തീരുന്നില്ല. അങ്ങനെ എന്റെ ആ ഒരു നെക്സ്റ്റ് അടിപൊളി സാധനങ്ങൾ വന്നോണ്ടിരിക്കും. ആ ഒരു ഫ്ലോയില് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ടിൽ ദ എൻഡ്. എസ്പെഷ്യലി
നീലാംബരി പെർഫോമൻസ്, ഓ മൈ ഗോഡ്, എന്താണത് പെർഫോം ചെയ്ത. അത് ആ യങ് ഏജില് ആ നീലാംബരിയുടെ ക്യാരക്ടർ എടുത്ത് നമ്മൾ ആ പെർഫോം ചെയ്യണം. അതും ഓപ്പോസിറ്റ് രജനീസ്, അതും വില്ലത്തിയായിട്ട് ആന്റി ഹീറോ റോൾ, ആന്റി ഹീറോയിൻ. ആൻഡ് ഐ ഡോണ്ട് നോ ഇനി ഏതെങ്കിലും മൂവിയിൽ അങ്ങനെ ഉണ്ടോ എന്നിട്ട് ആ ടൈമിലൊക്കെ. കാരണം ആന്റി ഹീറോ വരാറുണ്ട്, പക്ഷെ ആന്റി ഹീറോയിൻ എങ്ങനെയാണെന്ന് അറിയില്ല. ആന്റി ഹീറോയിൻ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആന്റി ഹീറോയിൻ, അത് ഏകദേശം തുല്യത പാലിച്ച് നിൽക്കുകയാണ്. കാരണം കുറെ സ്ഥലത്ത് പ്രത്യേകിച്ച് അതിന് തൊട്ട് മുന്നത്തെ സീനിൽ ഇൻസൾട്ട് ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ ആള് ചില സ്ഥലത്ത് ജയിക്കാറുണ്ട്, അങ്ങനെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പൊ അവസാനത്തെ ആ ഒരു ശരിക്കും ആദ്യം ഒരു ഇമോഷണൽ ആയപ്പോ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോ ചിലപ്പോ നോർമൽ സിനിമയിലുള്ള ഒരു മാറ്റമൊക്കെ വന്ന്, പക്ഷെ നീലാംബരി എന്നേക്കുമേ നീലാംബരി അതല്ലേ പറഞ്ഞത്, ബാക്കിയുള്ള പെണ്ണുങ്ങളെ പോലല്ല ഇത് നീലാംബരിയാണെന്ന് പറഞ്ഞ സംഭവം. അപ്പൊ നീലാംബരി ഇനിയും ജീവിച്ചിരുന്ന നീലാംബരിക്ക് തന്നെ അറിയാം ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ മാത്രമല്ല ഇൻസൾട്ട്, അത് നിന്റെ പിച്ച വേണ്ടെന്ന് പറഞ്ഞത്. അതായത് കാരണം ഏകദേശം അവിടെ രക്ഷിച്ചില്ലേ, അപ്പൊ അതുകൊണ്ട് നിന്റെ പിച്ചയായിട്ടുള്ള ജീവിതം എനിക്ക് വേണ്ട, വസുന്ധര കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. അവിടെ വേലക്കാരി എന്നുള്ളൊരു സംഭവം പറഞ്ഞില്ലേ, അതുപോലെയല്ല ഞാൻ എന്താ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ആൾക്ക് ഭയങ്കര ഓവർ ഈഗോ ആണ് ഇല്ലേ, ഭയങ്കര ഈഗോ ആണ്. ഈ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്നേഹം ഉണ്ട് പടയപ്പനോട്, പക്ഷെ പടയപ്പനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം മൂത്ത് പ്രാന്തമാന്നൊക്കെ പറയും, കൂടുതലായി. പിന്നെ അത് വെറുപ്പായി, പിന്നെ ഈഗോയിസ്റ്റിക് ആണ് ഭയങ്കര. തുടക്കം മുതൽ നമ്മൾ കാണുന്നതാണ് ഭയങ്കര ഈഗോ സംഭവം. എനിക്ക് തോന്നുന്നു ആ ഒരു ഈഗോ സംഭവം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചിരുന്നെങ്കിൽ ചില സമയം, കാരണം ഇവർക്ക് ഈസി ആയിട്ട് കല്യാണം കഴിക്കാം, കാരണം അവർ നല്ല കുടുംബത്തിലുള്ള ആൾക്കാരും കൂടിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഈസി ആയിട്ട് നടക്കുന്ന സംഭവമാണ്. ഒരു കുടുംബ പ്രശ്നം, ശരിക്കൊരു ഫൈറ്റ് കുടുംബങ്ങൾ തമ്മിൽ തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ട രജനി സാറിന്റെ ആ ഒരു ഷർട്ട്ലെസ് ഫൈറ്റും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട്. ആ ഒരു മൊമെന്റില് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, കാരണം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. രജനി സാറിന് എന്താ പറയാ ഒരു ബോഡി ഷോ പോലെ ഒരു സ്ഥലത്തും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളെപ്പോഴും കൂടുതൽ ഷർട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഓവർ കോട്ടൊക്കെ ഇട്ടിട്ടല്ലേ കാണുന്നത്. പക്ഷെ ആള് ഭയങ്കരമായിട്ട് ആ ടൈമില് നന്നായിട്ട് മെയിൻറ്റെയിൻ, അതായത് ആ ഒരു ലീൻ ബോഡിയില് സംഭവം പക്കയായിട്ട്, പ്രത്യേകിച്ച് അതായത് ഭയങ്കരമായിട്ട് ബോഡി ബിൽഡ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നല്ല രസത്തിൽ വെച്ചിട്ടുണ്ട് ബോഡി, കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം ഈ മൂവിക്ക് പടയപ്പാന്നും പേരിടാം, നീലാംബരിന്നും പേരിടാം, പടയപ്പ വേഴ്സസ് നീലാംബരിന്നും പേരിടാം ഇല്ലേ. കാരണം അതിനകത്ത് രണ്ടുപേരും തുല്യ രീതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ സിനിമയുടെ മെയിൻ പില്ലേഴ്സ് തന്നെയാണ് ഇവർ രണ്ടുപേരുടെയും പെർഫോമൻസ് ആണ് ടോപ്പിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാരും പക്ഷെ വന്നവരെല്ലാരും ഗംഭീരമാണ്. പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ സ്റ്റിൽ ആ ഒരു സീൻ എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ ചെയ്തു എന്നുണ്ടെങ്കിലും ഐ എം റിമെമ്പറിങ് മോസ്റ്റ് ഓഫ് ദ സീൻ. ഞാൻ ചിലപ്പോൾ ഫസ്റ്റ് ഒക്കെ മറന്നു, പക്ഷെ ഇപ്പോഴും ശിവാജി ഗണേശൻ എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് സ്ട്രോങ് കിട്ടുമായിരുന്നു. ആ ഒരു ഫ്രെയിമിൽ അദ്ദേഹത്തെ നമ്മളെ കാണുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഞാൻ വാച്ച് ചെയ്യാണ്, ആ ഒരു ഫസ്റ്റ് ടൈം കണ്ടിട്ട് പോലും എനിക്ക് ആ ഭയങ്കര ഇമോഷണൽ കണക്ട് ആയി എന്നുള്ളതാണ്. അന്ന് ദേഷ്യം തോന്നിയ മണിവർണ്ണൻ തന്നെ അദ്ദേഹത്തിനെയും നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. അദ്ദേഹം അന്ന് പെർഫോം ചെയ്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വന്നത്. ആൻഡ് ഇപ്പൊ ആ ദേഷ്യം തീർക്കുകയും ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ സീനിൽ തീർത്തപ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ആ ഒരു ആ ഒരു ക്യാരക്ടർ. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല, മാറാം, നല്ലതാവാം, മാറ്റം നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് അതാ മെയിനായിട്ട് അതിനകത്ത് കാണിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ എപ്പോഴും ഒരാളെ ഒരു ക്യാരക്ടറൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ നമ്മൾ പറയില്ലേ, എന്താ ഞാൻ പറയുന്നത്, ഒറ്റ രീതിയിൽ മാത്രം ഇങ്ങനെ ചിന്തിച്ചു വെക്കരുത്. ചിലപ്പോൾ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അതാണ് ശരിക്കും ആ ഒരു മണിവർണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ സെക്കൻഡ് ചാൻസ് കൊടുത്ത അവിടെ നമ്മള് രജനി സാറാണല്ലോ സെക്കൻഡ് ചാൻസ് കൊടുത്തത്. ആ ഒരു വീട് നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നപ്പോ ആ സെക്കൻഡ് ചാൻസിലാണ് നന്നായി സംഭവം അതാണ്. പക്ഷെ ഇവിടെയും ശരിക്കും സെക്കൻഡ് ചാൻസ് കൊടുത്തു നീലാംബരിക്ക് രക്ഷിച്ചിട്ട്. ആ ശരിക്കും അല്ലെങ്കിൽ അവിടെ വന്നിട്ട് തീർന്നേനെ. അപ്പൊ ആ ഒരു രക്ഷിച്ചിട്ടും ആള് മാറുന്നില്ല എന്നൊരു സംഭവം കാണിച്ചപ്പോൾ കിട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. പ്രത്യേകിച്ച് എനിക്ക് ആ ഒരു എൻഡിലോട് എന്ന് വെച്ചാൽ ഇവൻ ദോ ഇറ്റ്സ് ലൈക്ക് ലോങ് ബാക്ക്, ഏതാണ് ഇത് വർഷം 91 തലപ്പത്തിയല്ലേ. അതായത് ആ ഒരു വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു മൂവിയാണ്. നമ്മൾ ഇപ്പോഴും കാണുന്ന സമയത്ത് ദോ വി ഹാവ് ബീൻ വാച്ച് ദ മൂവി, ആ ഒരു ഫീല്, പ്രത്യേകിച്ച് ആ ഒരു കാർ ഫൈറ്റ് സംഭവങ്ങളൊക്കെ പൊളി കേട്ടോ. കാരണം ശരിക്കും ഒരു പുതിയ സിനിമയുടെ എഫക്ട് അവിടെ ഉണ്ടായിരുന്നു. ഒരു 2010 ശേഷം ഇറങ്ങിയ സിനിമയുടെ ഒരു എഫക്ട് ആണ് ആ ഒരു സീനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ കുറെ സംഭവങ്ങൾ അതിന്റെ അകത്ത് കാണാനുണ്ടായിരുന്നു. വീണ സംഭവങ്ങളൊക്കെ തോന്നിയില്ല, ആർട്ടിഫിഷ്യൽ ആണ്. കാരണം അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അടിച്ച് വീഴുന്ന അത് ആളുകളും ഉണ്ടായിരുന്നു. അതിന് സ്റ്റണ്ട് ചെയ്യുന്നവരായിരിക്കും. പിന്നെ പണ്ടത്തെ ഫൈറ്റിൽ അങ്ങനെയാണ്, കുറെ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരില്ല. പ്രത്യേകിച്ച് ചില ഡയറക്ടേഴ്സ് കോംപ്രമൈസ് ചെയ്യില്ല. അവർക്ക് ഭയങ്കര ആ ഒരു ഒറിജിനൽ ഫീൽ കിട്ടാൻ വേണ്ടിട്ട്. നമ്മളിപ്പോ അടുത്ത് കണ്ടതിൽ ശങ്കർ സാറിന്റെ പടത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഫൈറ്റ് വരുന്ന സമയത്ത്. പിന്നെ അതുപോലെ ഇതിന്റെ അകത്തും കണ്ടു. പിന്നെ നമ്മള് ഹിന്ദിയിൽ ഓൾറെഡി രോഹിത് ഷെട്ടിയുടെ പടങ്ങളിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഒറിജിനൽ ആയിട്ടുള്ള ഫൈറ്റേഴ്സിനെ ഉപയോഗിക്കുന്നത്.
അങ്ങനെയുള്ള സംഭവം അത് നല്ല രസം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ അങ്ങനെയൊക്കെ തോന്നി അറിയാം, ഒരു കുറച്ചും കൂടി ഡയറക്ടേഴ്സിന്റെ ഒരു ടച്ച് അല്ലേ, അത് കുറച്ചും കൂടി കളറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയ പടത്തിൽ കാണുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ടോ. എന്തായാലും സക്സസ്ഫുള്ളി നമ്മൾ മൂവി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾക്ക് ഒരുപാട് നാളായിട്ട് സജഷൻ വന്നിരുന്ന ഒരു മൂവിയും കൂടിയായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ എല്ലാ റിയാക്ഷനും ചെയ്യുന്നതിന് മുന്നേ നമ്മള് പോൾ ഇടാറുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റില്. സോ പ്ലീസ് കണക്ട് വിത്ത് അവർ കമ്മ്യൂണിറ്റി പോസ്റ്റ്. നിങ്ങൾ പറയുന്ന മൂവീസ് ഒക്കെ നമ്മൾ അതിനകത്ത് പോൾ ഇട്ടതിന് ശേഷമായിരിക്കും ഹയസ്റ്റ് ആയിട്ട് വന്നായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് വന്നാക്കി നമ്മള് ഡെഫിനറ്റ്ലി അത് ചെയ്യുന്നതാണ്. അത് പിന്നെ നമ്മൾ പോളിടാൻ നോക്കില്ല. അപ്പൊ എന്തായാലും പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നതിന് ഒരു കാര്യം പറയണ്ട. ഈ പടത്തിന്റെ മെയിൻ പില്ലർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പെർഫോമേഴ്സിനെ പറഞ്ഞില്ലേ, എ.ആർ. റഹ്മാൻ സാർ നമ്മൾ വിട്ടുപോയത്. കാരണം എല്ലാ പാട്ടുകളും ഒരു രക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പ്രത്യേകിച്ച് നീലാംബരിയുടെ സ്കോർ അതുപോലെ പടയപ്പയുടെ സ്കോർ, രണ്ടുപേരുടെ സ്കോർ ഒരു ഗംഭീര സാധനമാണ്. പ്രത്യേകിച്ച് നീലാംബരി വരുന്നത് ഒരു സ്റ്റൈലിഷ് സാധനത്തിന്റെ അകത്ത് ഒരു മാസ് എഫക്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഭരതനാട്യം ഫീൽ ഒക്കെ വരുന്ന ഇമോഷണലി റിവെഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കിടുവായിരുന്നു. കാരണം ഇത്രയും പേരെ പറഞ്ഞപ്പോ ഞാൻ എ.ആർ. റഹ്മാൻ സാറിന് അതുപോലെ തന്നെ പാട്ടെല്ലാം പൊളി. പ്രത്യേകിച്ച് മിൻസാര കണ്ണിയാണ് ഇപ്പോഴും വെട്രിക്കോടി പക്ഷെ ഭയങ്കര വെട്രിക്കോടി ഭയങ്കര സംഭവമായിരുന്നു. അത് ഭയങ്കര ഒരു വേറൊരു ഇൻസ്പിറേഷൻ ഫീൽ ആയിരുന്നു. എല്ലാ സോങ്ങിലും ഒരു സംഭവം ഉണ്ട്. മറ്റേതിന്റെ മിൻസാര കണ്ണാന്ന് വിളിക്കുന്ന ഒരു ഇതാണ്, ഒരു വെറി റൊമാൻറ്റിക് ആണ്. കംപ്ലീറ്റ്ലി റൊമാൻറ്റിക് എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ അകത്ത് വെട്രിക്കോടി കുറച്ചൊരു ഇൻസ്പിറേഷണൽ മോട്ടിവേഷണൽ സാധനം. താഴെ വീണിട്ടും യു ക്യാൻ കം ബാക്ക് എന്നുള്ളൊരു സംഭവം കാണിക്കുന്നത്. പിന്നെ അടുത്ത സോങ്ങിൽ മറ്റേത് സുത്തി വന്നേ, അത് കുറച്ച് പക്ക റൊമാൻറ്റിക്. കിക്ക് ചെയ്യരുത് കുറച്ചും കൂടി നമ്മൾ എന്താ പറയാ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള അർത്ഥമുള്ള പാട്ട് അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ഭയങ്കര മീനിങ്. അതായത് ആ ടൈമിൽ നമ്മൾ ഒരു കമന്റ് വായിച്ചിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം പൊളിറ്റിക്സിലോട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ച് എന്തോ ഒരു സംഭവമായിട്ട് എനിക്കറിയില്ല. അപ്പൊ ആ ടൈമിൽ പക്ഷെ പുള്ളിക്കാരൻ എടുത്തില്ല എന്ന് തോന്നുന്നു ആ ഒരു ചാൻസ്. അങ്ങനെ എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ടൈമിലൊരു പാട്ടാണെന്നാണ് പറഞ്ഞത്. അതിന് ഏകദേശം പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ, പറയണമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ കണക്ട് വിത്ത് അവർ കമ്മ്യൂണിറ്റി പോസ്റ്റ്. ബൈ ബൈ.